എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ പൊട്ടിയൊഴുകുന്ന ശുചിമുറി മാലിന്യം കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ദുരിതമായി മാറുന്നു. പാർക്ക് നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ശുചിമുറി മാലിന്യ സംഭരണി ചോർന്നതാണ് പരിസരവാസികൾക്ക് ദുരിതമായി മാറുന്നത്. ഫോർട്ട് കൊച്ചിയിൽ കുട്ടികളുടെ പാർക്കിൽ നിർമ്മിച്ച ശുചിമുറി സംഭരണിയാണ് പൊട്ടി മാലിന്യം പൊതുനിരത്തിലേക്ക് ഒഴുകുന്നത്. ശുചിമുറിക്ക് സമീപമുള്ള ചെറുകിട കച്ചവടക്കാർ, വാഹന പാർക്കിംഗ് കേന്ദ്രത്തിലെ ഡ്രൈവർമാർ, വിനോദസഞ്ചാരികൾ, പരിസരവാസികൾ എന്നിവരടക്കം പ്രതിദിനം നൂറുകണക്കിന് ജനങ്ങളാണ് ഈ ഭാഗത്തേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത്. ശുചിമുറി ഉപയോഗിക്കുന്നവരിൽ നിന്ന് 5 മുതൽ 10 രൂപ വരെ നിരക്കിൽ ഈടാക്കുമ്പോഴാണ് വൃത്തിഹീനമായ പരിസരത്തിൽ സുപ്രധാന ടൂറിസം കേന്ദ്രത്തിന്റെ പ്രധാന സ്ഥലത്ത് ശുചിമുറി പ്രവർത്തനമെന്നത് നഗരസഭ അധികൃതരുടെ ജനങ്ങളോടുള്ള സമീപനത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് ചെറുകിട കച്ചവടക്കാർ പറയുന്നു. ആൾക്കാർ വന്ന തിരക്കുള്ള മിക്ക സമയങ്ങളിലും ഈ ബാത്റൂം പൂട്ടിയിട്ടേക്കണേ. കാരണം എന്താണ്, ടാങ്കിന് അത്രയും കപ്പാസിറ്റി ഇല്ലാത്ത ടാങ്കാണ് ഇവർ വെച്ചേക്കണം. ഒഴിവ് ദിവസങ്ങളിൽ ആൾക്കാർ കൂടുതൽ വന്ന് ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റാത്ത സ്മെല്ലാണ്. ആ വശത്തേക്ക് ബാത്റൂമിലേക്കും പോകാൻ പറ്റില്ല. ആ മലിന വെള്ളത്തിൽ ചവിട്ടിയിട്ട് വേണം ബാത്റൂമിലേക്ക് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട്. ജനങ്ങൾ ഈ വഴി പോകുന്നത് മൂക്ക് പൊത്തിയിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ കച്ചവടക്കാർ പോലും ചന്ദനത്തിരിയും മറ്റേ ഇതെല്ലാം പുൽത്തേരെല്ലാം തളിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് പാർക്കിൽ പുതിയതായി ശുചിമുറി നിർമ്മിച്ചത്. കോടികൾ ചെലവഴിച്ചുള്ള പാർക്കിൽ ശുചിമുറിക്കായി ചെറിയ സംഭരണി സ്ഥാപിച്ചത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. നഗരസഭാ ഭരണകൂടം ജനകീയ പ്രതിഷേധത്തെ അവഗണിക്കുകയായിരുന്നു. കൊച്ചി ബിനാലെ, വിനോദസഞ്ചാര സീസൺ, പുതുവത്സരാഘോഷ തയ്യാറെടുപ്പ് വേള തുടങ്ങി ആയിരങ്ങൾ എത്തുന്ന കൊച്ചിയോടുള്ള അവഗണനയുടെ നേർക്കാഴ്ചയാണ് കുട്ടികളുടെ പാർക്കിലെ മാലിന്യ സംഭരണി ചോർച്ചയെന്ന് നാട്ടുകാർ പറയുന്നു. മീഡിയ 1 കൊച്ചി.